ദൈവത്തിരുനാമത്തിന്റെ മഹത്വം. നോമ്പിൻ ദിനങ്ങളിലെ വചന ധ്യാനത്തിലേക്ക് പ്രാർത്ഥനാപൂർവം സ്വാഗതം. ഇന്ന് ധ്യാനിക്കുന്നത് ലൂക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായത്തിൽ 11-12 വാക്യങ്ങൾ ആസ്പദമാക്കി. പിന്നെയും അവൻ പറഞ്ഞത്, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. അവരിൽ ഇളയവൻ അപ്പനോട്, അപ്പ, വസ്തുവിൽ എനിക്ക് വരേണ്ടുന്ന പങ്ക് തരണമേ എന്ന് പറഞ്ഞു. അവൻ അവർക്ക് മുതൽ പകുത്തു കൊടുത്തു. ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ നമുക്ക് വ്യക്തമായി അറിവുള്ളതാണ്. അപ്പന്റെ 2 മക്കളിൽ ഇളയവൻ അപ്പനിൽ നിന്ന് ലഭിക്കേണ്ടുന്നതൊക്കെയും സ്വരൂപിച്ച് വിദൂരത്തിൽ പോയി ബോധിച്ചതുപോലെ ജീവിക്കുകയും എല്ലാം നാനാവിധമായി കളഞ്ഞ ശേഷം അവന് മുട്ടുവന്നപ്പോൾ പന്നികളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെടുകയും അവന്റെ വിശപ്പടക്കുവാൻ കഴിയാത്ത വിധം അവൻ പ്രതിസന്ധിയിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ സുബോധം വന്നിട്ട് അപ്പന്റെ അരികിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്ന സംഭവം. സുബോധം വരുന്നതിന് മുൻപ് ഈ മകനെ നയിച്ചിരുന്ന 3 പ്രധാന മനോഭാവങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി അവന്റെ മനോഭാവം ഇതായിരുന്നു: അപ്പനല്ല വലുത്, അപ്പന്റെ സ്വത്ത് എന്ന മനോഭാവം. അപ്പനേക്കാൾ അപ്പനിൽ നിന്ന് ലഭിക്കേണ്ടുന്നതിനെ അവൻ സ്നേഹിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും ഇത്തരം ഒരു സ്വഭാവം മനുഷ്യരിൽ കാണുവാനായിട്ട് സാധിക്കും. അതായത്, തങ്ങളെ താങ്ങുന്ന, വഴി നടത്തുന്ന, കരുതുന്നവരെ മറന്ന്, എന്നാൽ അവരിലൂടെ ലഭ്യമായ അനുഭവങ്ങളിലൂടെ സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ തങ്ങളെ അത്രയും കാലം താങ്ങിയവരെ, കരുതിയവരെ മറന്ന് ജീവിക്കുന്ന അനുഭവം. പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കുമ്പോൾ ദൈവത്തെ മറന്ന് നമുക്ക് കിട്ടിയ നന്മകളെ, നേട്ടങ്ങളെ മാത്രം നോക്കി ജീവിച്ച് അതാണ് വലുത് എന്ന് ചിന്തിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം പന്നികളുടെ ഇടയിലേക്കാണ് വലിച്ചെറിയപ്പെടുക, ശൂന്യതയിലേക്കാണ് വലിച്ചെറിയപ്പെടുക എന്നുള്ളത് തിരിച്ചറിയേണ്ടത് ഏറെ അത്യാവശ്യമാണ്. 2, ഇപ്രകാരം നമുക്ക് ചിന്തിക്കാം. അവനെ നയിച്ച 2ാമത്തെ മനോഭാവം, അവന് ഇപ്പോഴത്തെ സന്തോഷമാണ് വലുത്. അവന് ഭാവിയെ കുറിച്ച് ആകുലതയില്ലായിരുന്നു. ആകുലത ഉണ്ടാകാതിരിക്കുന്നത് നല്ലതാണെന്നാൽ ഭാവി എന്താകും എന്ന ഒരു വിഷൻ, ദർശനമില്ലാത്ത ജീവിതമാണ് അവൻ നയിച്ചത്. ഇപ്പോഴത്തെ സുഖത്തിന് വേണ്ടി അവൻ ജീവിച്ചു. അതുകൊണ്ട് തന്നെ അവന്റെ സ്വത്ത്, അവനുണ്ടായിരുന്ന ആ ഒരു കരുതൽ ധനം, അതെല്ലാം നാനാവിധമാക്കി കളയുന്നത് നമുക്ക് കാണുവാനും സാധിക്കുന്നുണ്ട്. അതവനെ വലിയ ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു, വലിയ ക്ഷാമത്തിലേക്ക് നയിച്ചു, ആഹാരമില്ലായ്മയിലേക്കും അവന്റെ ജീവിതത്തിന്റെ ശൂന്യതയിലേക്കും അവനെ നയിച്ചു. പ്രിയമുള്ളവരെ, ദർശനമുള്ള ജീവിതം നാം നയിക്കണം. വിഷനോടുകൂടെ നാം ജീവിക്കണം. ആത്മീയ ദർശനങ്ങളോടെ ജീവിക്കേണ്ടുന്നത് ഏറെ അത്യാവശ്യമാണ്. നാളെ ദൈവീകമാകുന്ന കരുതലിന്റെ കരത്തിൽ കൂടെ നാം നയിക്കപ്പെട്ട് ഏതു മേഖലയിലേക്കാണ് എത്തപ്പെടുന്നത് എന്ന ദർശനം നമുക്കുണ്ടാകണം. എന്നാൽ ലോകത്തെ കരുതി, ഇപ്പോഴത്തെ സന്തോഷത്തെ കരുതിയാണ് നാം ജീവിക്കുന്നത് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അപകടങ്ങൾക്ക് വഴിതെളിക്കും. പ്രധാനമായും ഇന്ന് യുവതലമുറയുടെ ഇടയിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശയമാണ് മൈ ലൈഫ് മൈ റൂൾ എന്നുള്ള ഒരു ആശയം. അത് തന്നെയാണ് 3ാമതായി ഈ മകന്റെ ജീവിതത്തിലും ഉണ്ടായത്. അപ്പന്റെ ഇഷ്ടമല്ല, എന്റെ ഇഷ്ടമാണ് എന്റെ തീരുമാനം എന്ന ഒരു ചിന്താഗതി. എന്നാൽ അനുഭവ സമ്പത്ത് കൊണ്ടും പരിചയ സമ്പത്ത് കൊണ്ടും ലോകത്തിൽ എന്തൊക്കെയാണ് നമ്മെ കാത്തിരിക്കുവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് നമുക്ക് ഒപ്പീനിയൻ നൽകുവാൻ കഴിയുന്ന, നമ്മുടെ കൂടെയുള്ള പ്രിയപ്പെട്ടവരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും മാനിക്കാതെയുള്ള ജീവിതം അപകടങ്ങളിലേക്ക് നമ്മെ വലിച്ചെറിയും. അതിലൊക്കെ ഉപരിയായി ദൈവത്തോട് ചോദിക്കാതെയുള്ള ജീവിതം നമ്മെ തകർച്ചകളിലേക്ക് വലിച്ചെറിയും എന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ഏറെ ഉചിതമായിരിക്കും. പ്രിയമുള്ളവരെ, ഈ ലോകത്തിൽ നാം എന്തൊക്കെ നേടിയാലും കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്: ഈ രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ ചോദിച്ചാൽ, നിന്റെ പ്രാണനെ എടുത്താൽ, നീ ഒരുക്കി വച്ചതൊക്കെ ആർക്കാകും? നാം നമ്മുടെ ജഡത്തെ തൃപ്തിപ്പെടുത്തുന്നവരായിട്ടല്ല ജീവിക്കേണ്ടുന്നത്. വ്യക്തമായ സുബോധത്തോടുകൂടെ, ദർശനത്തോടുകൂടെ ആത്മാവിനെ കരുതി ജീവിക്കുന്നവരായി തീരുവാൻ നമുക്ക് കഴിയണം. അവൻ സുബോധം വന്ന് മടങ്ങി ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ അപ്പന്റെ അടുക്കൽ വരുമ്പോൾ അവന് വേണ്ടതൊക്കെ ഒരുക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നാം ജഡത്തിനു വേണ്ടിയല്ല ജീവിക്കേണ്ടത്, ആത്മാവിനെ കരുതി ജീവിക്കുക. അപ്പോൾ സർവശക്തനായ ദൈവം
നമുക്ക് നൽകേണ്ടുന്നതൊക്കെ ഈ ലോകത്തിലും പരലോകത്തിലും നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം പറഞ്ഞത്, മുൻപേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, ഇതോടുകൂടെ ഈ ലോകത്ത് നമുക്ക് ലഭിക്കേണ്ടതൊക്കെയും നമുക്ക് ലഭിക്കും. അത്തരത്തിൽ ആത്മാവിനെ കരുതി സുബോധത്തോടുകൂടെ നല്ലൊരു വിഷനോടുകൂടെ ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് ദൈവാശ്രയം കൂടിയേ തീരൂ. ഈ ലോകത്തിന്റെ ഏതെങ്കിലും വഴികളിലാണ് നാം ആയിരിക്കുന്നത് എങ്കിൽ ഒരു മടങ്ങി വരവ് നമുക്ക് ആവശ്യമുണ്ട് എന്ന് ഈ ഇളയ മകൻ നമ്മെ പഠിപ്പിക്കുന്നു. സുബോധത്തോടുകൂടെ ദൈവാശ്രയത്തോടുകൂടെ നമുക്ക് ജീവിക്കാം. സർവശക്തൻ നമ്മെ സഹായിക്കട്ടെ. ആമേൻ. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ ഈ കേട്ട വചനത്തിലൂടെ ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ജീവിത തലം എന്ത് എന്ന് തിരിച്ചറിയുവാനും ഞങ്ങൾ ഞങ്ങളുടേതായ ജീവിത ഇഷ്ടങ്ങൾക്കനുസൃതമായാണ് ജീവിക്കുന്നത് എങ്കിൽ ആ തെറ്റായ ഇടങ്ങളിൽ നിന്ന് ദൈവാശ്രയത്തിലേക്ക് കടന്നു വരുവാൻ, ദൈവസ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്നും അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ കർത്താവെ, ജഡത്തിന്റെ മോഹങ്ങളെ അനുവർത്തിക്കുന്നവരായിട്ടല്ല, ആത്മാവിനെ അനുസരിച്ച് ജീവിക്കുന്നവരായിട്ട് ആത്മാവിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ജീവിത ദർശനത്തോടെ ജീവിക്കുന്ന ജീവിതം നയിക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് അവിടുത്തോട് അപേക്ഷിക്കുമ്പോൾ ദയവോടെ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.